ഇന്ന് AI ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ആളുകൾ ഫോട്ടോകൾ ഉണ്ടാക്കുക, വീഡിയോസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. ഒന്നുമില്ല, മൊബൈലിൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഒരാളെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ AI ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര പ്രായം ചെന്നാൽ എങ്ങനെയുള്ള കോലം, അല്ലെങ്കിൽ ഇത്ര പ്രായം കുറഞ്ഞാൽ എങ്ങനെയുള്ള കോലം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക, അത് ഫോട്ടോ എടുക്കുക, അത് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അത് തമാശാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അതിഗൗരവപരമായ കാര്യമാണ്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാലം എന്ന് പറയുന്നത് ലഅന അല്ലാഹുൽ മുസവ്വിരീൻ, അല്ലെങ്കിൽ അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. പരലോകത്ത് അതികഠിനമായി ശിക്ഷ ലഭിക്കുന്നവരാണ് മുസവ്വിരീങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, ജീവനുള്ള റൂഹുള്ളവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫി എന്താ വ്യത്യാസം? ഫോട്ടോഗ്രാഫിയിൽ ഉള്ള ഒരു സംഗതിയെ അതെന്ത് ചെയ്യാണ്, ആ ഇമേജിനെ തന്നെ അത് ഒപ്പിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, വേറൊരു സാധനം രൂപം ക്രിയേറ്റ് ചെയ്യല്ല. അതുകൊണ്ടാണ് ഒരാളൊരു ചിത്രം വരച്ചതും ഒരാളെ ഒരു എടുത്ത ഫോട്ടോയും തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ്. ഒന്നിന് വരച്ചതെന്നേ പറയുള്ളൂ, ഒന്ന് ഒരു ഫോട്ടോ എടുത്തതാണ്. കാരണം അത് ആ കാണുന്ന ഇമേജിനെ എങ്ങനെയാണോ പടച്ചവൻ സൃഷ്ടിച്ച ആ രൂപത്തിലുള്ള ആ ഇമേജിനെ അതേ രൂപത്തിൽ നിലനിർത്തുന്നതാണ് അതാണ് ഫോട്ടോ എന്ന് പറയുന്നത്. അതന്നെ നമുക്ക് അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒഴിവാക്കുന്നതാണ് ഹൈർ, ഇഷ്കാലില്ലാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള അത് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടോ അല്ലാത്ത നിലക്കോ ജീവനുള്ളവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുക, ആ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് വിലക്കപ്പെട്ടതാണ്. ഇനി അതിലുള്ള മറ്റൊരു വലിയ സംഗതി, ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ത്? ഏതൊരാളെ രൂപത്തിലും കോലത്തിലും ശബ്ദത്തിലും സംസാര ശൈലിയിലും വോയിസും ഉണ്ടാക്കുക, വീഡിയോ ഉണ്ടാക്കുക, എല്ലാം ഉണ്ടാക്കുക. ഇപ്പം ഞാനീ സംസാരിക്കണം എൻ്റെ ഇതേ ശബ്ദത്തിൽ, എനിക്കൊരു സംസാര ശൈലി ഉണ്ടാവും, നിങ്ങൾക്കൊരു സംസാര ശൈലി ഉണ്ടാവും. എൻ്റെ ഇതേ സംസാര ശൈലിയിൽ ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ ഇതേപോലെ ഇവിടെ ഇരുന്ന് പറഞ്ഞെന്ന് ഇതേപോലെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിൽ ഇന്ന് വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ ഈ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് മുതലേ നമുക്കിതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്യാൻ പാടില്ല. ഒരാളുടെയും രൂപങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, AI ഉപയോഗിച്ച് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആ പാടില്ല എന്ന് അന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഇത്രത്തോളം ദൂരവ്യാപകമായ തലങ്ങളുണ്ട്. അതായത് സാമൂഹികപരമായി നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര വലിയ ദുൽമായിരിക്കും. ഒരു മനുഷ്യൻ പറയാത്തൊരു കാര്യം, ചെയ്യാത്തൊരു കാര്യം അയാളുടെ അതേ രൂപവും ശബ്ദവും ഒക്കെ വെച്ചിട്ട് അയാളെ വീഡിയോ ഉണ്ടാക്കുക, അങ്ങോട്ട് പുറത്തു വിടുക. എത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഇന്നിപ്പോൾ അതിൻ്റെ തുടക്കഘട്ടത്തിലാണല്ലോ. ഇനി നാളെ ഏതൊക്കെ രൂപത്തിലേ വരിക എന്നറിയില്ല, അല്ലാഹു ആലം.